ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലിസ് കറിവേൾ. ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് ഇഫ്താർ കോംബോ റെസിപ്പി ആയിട്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം നമുക്ക് മുട്ട വെച്ചിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇതെല്ലാവർക്കും അറിയാമായിരിക്കും, പക്ഷേ ഞാൻ ഉണ്ടാക്കാൻ രീതിയിൽ കാണിക്കാം കേട്ടോ. ആദ്യം നമുക്ക് ഒരു കപ്പ് നാളികേരം എടുത്തിട്ടുണ്ടായിരുന്നേ. അതിലേക്ക് 2 പച്ചമുളകും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു ചെറിയൊരു ചെറിയുള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പുതിനയും മല്ലിയില കൂടിയിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനീഗറും പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനാണ് കേട്ടോ. വേണമെങ്കിൽ ഇങ്ങനെ കൂടി ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സാധാരണ പച്ചമുളകും പിന്നെ നാളികേരം കൂടിയിട്ട് നമുക്ക് അരച്ച് മാറ്റി വയ്ക്കാം. അത് നമ്മൾ ചെയ്തില്ലേ, അങ്ങനെ ചെയ്തിട്ട് ഇതാക്കാം. മല്ലിയുടെയും പുതിനയുടെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. എഗ്ഗ് നമ്മൾ പകുതിയായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആ ഫില്ലിങ് ഈ എഗ്ഗിലേക്ക് വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റ് കേട്ടോ. ആ ചമ്മന്തിയുടെ ഫ്ലേവറും മുട്ടയുടേതും പിന്നെ നമ്മൾ ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കില്ലേ, അടിപൊളി ടേസ്റ്റാണ്. പെട്ടെന്ന് ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. കേട്ടോ ഇങ്ങനെ വെച്ചെടുക്കാം കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും. കണ്ടാ ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടേ. ഇനി ഇതിലേക്ക് നമ്മൾ മുട്ടയുടെ എണ്ണയൊന്നും ചേർത്ത് എടുത്തിട്ടില്ല. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് ഞാൻ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഉണ്ടാക്കണമെന്നുണ്ട്. അപ്പോൾ നമുക്ക് നെയ്ച്ചോറിന് ആ ചമ്മന്തി എടുക്കാൻ പറ്റും. ഇനി നമുക്കൊരു ബോളെടുക്കാം. അതിലേക്ക് 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇട്ട് കൊടുക്കുക. കുറച്ച് കായ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ട് കുറച്ച് വെള്ളം വെച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് എടുത്തിട്ട് നമ്മൾ സാധാരണ ബജ്ജി ഉണ്ടാക്കില്ലേ, അതേപോലത്തെ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അങ്ങനെ ബാറ്റർ വേണം നമുക്ക്. ഭയങ്കര കട്ടി വേണ്ട, ലൂസ് പാടില്ല കേട്ടോ. പിന്നെ 1/4 ടീസ്പൂണിന് ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ. ബേക്കിംഗ് പൗഡർ എടുക്കുമ്പോൾ അത് ഡേറ്റ് നോക്കണം, അത് നോക്കിയിട്ട് എടുക്കാൻ പാടില്ല കേട്ടോ. ഇനി അതെല്ലാം കൂടി നമുക്ക് സൈഡിലേക്ക് വയ്ക്കുക. ഇനി ഒരു പാൻ എടുത്ത് വയ്ക്കുക. അതിനുശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുക. മുട്ട എടുക്കുക, ബാറ്ററിൽ ഡിപ്പ് ചെയ്യുക, നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. സിമ്പിളാണ് കേട്ടോ. ഒരെണ്ണം ഫ്രൈ ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ട്രൈ ചെയ്ത് നോക്കണേ, അഭിപ്രായം പറയാ. എൻ്റെ ഫേവറേറ്റ് കേട്ടോ, അതാണ് കൂടുതൽ പറയണതുണ്ട്. കണ്ട മൊത്തത്തിൽ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയല്ലേ. ആണ് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ എൻ്റെ മോൻ വന്നിട്ട് കഴിക്കും, അതുകൊണ്ടാണ് ആദ്യം തന്നെ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് പോവാം. 250 ഗ്രാമിൻ്റെ പാലെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അതില്ലെങ്കിൽ നമുക്ക് പാൽപ്പൊടിയും പിന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി അത് തന്നെ കുക്കായ ശേഷം മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു പാൻ എടുക്കുക, വേറെ ഒരു പാൻ എടുക്കുക. അതിൽ കുറച്ച് വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കുക. സാബുനരിയില്ലേ, അത് നമുക്ക് 1 കപ്പിൻ്റെ കുറച്ച് കുറവ് എടുക്കുക കേട്ടോ. അത് നമുക്ക് കുക്ക് ചെയ്തിട്ട് മാറ്റി വയ്ക്കണേ. ഇനി നമുക്ക് ഫ്രൂട്ട്സ് എടുക്കുക.
ഈ പാല് ചൂടാറിയ ശേഷം ഒന്ന് തണുപ്പാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കണം കേട്ടോ. നമ്മൾ സാബുനരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഫ്രൂട്ട്സും പാലും നല്ല തണുപ്പുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇത് നമുക്ക് ഇഫ്താറിന് മുമ്പ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇഫ്താറിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് സെർവ് ചെയ്താൽ മതി. സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, ട്രൈ ചെയ്ത് നോക്കുക. ഇതിലേക്ക് കസ്കസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ വിറ്റ് പോയിട്ടുണ്ട് കേട്ടോ. കണ്ട, ഇത് തണുപ്പായിട്ട് കഴിക്കുമ്പോൾ അത് അടിപൊളി ടേസ്റ്റ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയില്ലേ, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കണ്ട, ഈ കോമ്പോ ട്രൈ ചെയ്ത് നോക്കണേ. അഭിപ്രായം പറയുക, കമൻ്റായിട്ട് പറയുക, നല്ലതാണെങ്കിൽ നല്ലത് പറയാം കേട്ടോ. കണ്ട, ഇത്തിരി ഉള്ള കേട്ടോ. അടിപൊളി സ്നാക്ക് റെഡി ആയിട്ടില്ലേ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.